ആന്റണി സർ, ശ്രീ കെ എം ആന്റണി, ഇപ്പോഴും നമുക്ക് വ്യക്തമാകാത്തൊരു കാര്യം, ഈ കുട്ടിയെ പുഴയിലേക്ക് അമ്മ എറിഞ്ഞത് അവരുടെ മാനസിക വിഭ്രാന്തിയുടെ ഭാഗമായിട്ടായിരുന്നു. അതല്ല, ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ നോക്കുമ്പോൾ അച്ഛൻ്റെ സഹോദരൻ കഴിഞ്ഞ 1.5 വർഷമായി ഈ കുട്ടിയെ നിരന്തരം പീഡനത്തിന് ഇരയാക്കിയിരുന്നുവെന്നും ഈ വിവരം അറിഞ്ഞ അമ്മ അയാളുമായി വഴക്കിട്ടിരുന്നുവെന്നും അതിൽ വേണ്ടത്ര ഒരു പിന്തുണയോ അല്ലെങ്കിൽ ആ പ്രശ്നം കൈകാര്യം ചെയ്യാൻ ഒരു സഹായമോ കിട്ടാത്തത് കൊണ്ടുണ്ടായ മാനസിക പ്രശ്നമാണ് ആ കുഞ്ഞിനെ കൊല്ലുന്നതിലേക്ക് നയിച്ചത് എന്നുമൊക്കെയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന വ്യക്തി എന്ന നിലയിൽ ഇനി ഈ സംഭവത്തിൽ പുറത്തു വരാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രീ കെ എം ആന്റണി? ഗോപികൃഷ്ണൻ, ഇതിൽ വളരെ നിഗൂഢതകൾ നിറഞ്ഞ ഒരു സംഭവമായിട്ട് ആണ് അത് ആദ്യം മുതലേ കാണാൻ സാധിക്കുന്നത്. കാരണം ഈ കുട്ടിയെ അങ്കനവാടിയിൽ നിന്ന് അമ്മ കൂട്ടിക്കൊണ്ട് വരികയും ആലുവാപ്പുഴയുടെ പരിസരങ്ങളിൽ ഇത് ഒരു കുട്ടിയെ കൊലപ്പെടുത്താൻ സാധിക്കുമോ എന്ന് ശ്രമിക്കുകയും പക്ഷേ ഓട്ടോറിക്ഷക്കാരുടെ ഇടപെടൽ കൊണ്ട് അവിടെ നിന്ന് മാറിപ്പോവുകയും വീണ്ടും ചാലക്കുടി പുഴയുടെ മുകളിലുള്ള മൂഴിക്കുളം പാലത്തിന് മുകളിൽ നിന്ന് കുട്ടിയെ കൊലപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം കുട്ടി അതിനുശേഷം ഈ അമ്മയുടെ വീടായ കുറുമശ്ശേരിയിലെത്തി. കുറുമശ്ശേരിയിൽ വന്ന് വളരെ ഇൻഡിഫറൻ്റായിട്ട്, അതായത് കൃത്യമായ രീതിയിലല്ലാത്ത രീതിയിൽ പ്രതികരിക്കുന്നവരുണ്ട്. അപ്പം ഇതിൽ ആദ്യം മുതൽ തന്നെ ഈ അമ്മ എന്താണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് സംസാരിക്കാതിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത നമുക്ക് വരുന്നില്ല. അമ്മയെ പിന്നീട് വിശദമായുള്ള ചോദ്യം ചെയ്യലിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുവാൻ സാധിച്ചത്. അപ്പോഴും നമുക്ക് ഉത്തരം കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ സംഭവത്തിലുണ്ട്. അത് പിന്നീട് ഇപ്പം പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് എന്താണ്, എങ്ങനെ ആയിത്തീരേണ്ടതുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് പോലീസിന് വളരെയധികം വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. കാരണം ഈ മരിച്ചുപോയ കുട്ടിയുടെ അമ്മയും അമ്മൂമ്മയും അവരുടെ വീട്ടിലുള്ള സമയത്ത് എന്തുകൊണ്ടാണ് ആ ഭർത്താവിൻ്റെ വീട്ടിൽ അത്ര സുരക്ഷിതമായ അല്ലാത്തൊരു നിലയിൽ അവിടെ പാർപ്പിക്കാനുണ്ടായ ഇട എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ലിസ ജോൺ, പോലീസ് സർജൻ, അവർ വിശദമായിട്ട് കൃത്യമായിട്ട് അതിനെപ്പറ്റിയുള്ള നിരീക്ഷണങ്ങൾ നടത്തുകയും അത് പരിശോധന നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മരണം ഇനിയിപ്പം ഈ പറഞ്ഞ പീഡനം മറച്ചു വയ്ക്കാനാണോ ഈ കൊലപാതകം എന്നുള്ളതും അതുപോലെ തന്നെ അതും നമ്മൾ അന്വേഷിക്കേണ്ടതായ ഒരു ഘടകമാണ്. കാരണം ഈ അമ്മയുടെ റോള്, അമ്മയെ ഇപ്പോൾ 7 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിലേക്ക് വാങ്ങുന്നുണ്ട്. കസ്റ്റഡിയിൽ വിളിച്ച് വരുത്തി കൊണ്ടുവന്ന് വിശദമായിട്ട് ചോദിക്കുമ്പം അവരെന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കേസിന്റെ തുടർന്നുള്ള അന്വേഷണം വരുന്നത്. ആന്റണി സർ, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന വ്യക്തി എന്ന നിലയിലാണ് ഞാൻ ചോദിക്കുന്നത് സർ. അതായത് ഈ അമ്മയുടെ മാനസിക നില തെറ്റിയിരുന്നു, അതാണ് ഇതിലേക്കൊക്കെ വഴിവെച്ചതെന്നുള്ള ഒരു വാദം താങ്കൾ മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ? അതായത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് അമ്മ ആദ്യം പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ നമ്മൾക്കത് അതുകൊണ്ട് അടങ്ങാം, അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അമ്മ പറയുന്ന കാര്യങ്ങളെ മുഖവിലക്കെടുക്കാതെയുള്ള ഒരു അന്വേഷണമാണ് മുന്നോട്ട് പോകേണ്ടത്. ആ കൊലപാതകവും ഈ പറഞ്ഞ കുട്ടിയെ പീഡിപ്പിച്ച വിവരവും അമ്മയ്ക്ക് അതിനെ സംബന്ധിച്ച് വിവരങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് ഈ പ്രതി എന്ന് പറയുന്ന ആൾ മൊഴി തന്നതായിട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ. അങ്ങനെയാണ് എങ്കിൽ ആ സ്വന്തം 4 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ച ആ വിവരം അമ്മ എങ്ങനെയാണ് അതിനെ ഉൾക്കൊണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. അവരെന്തുകൊണ്ട് അത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അവർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ മറ്റാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവാം. ഇങ്ങനെയുള്ള ഒരുപാട് ദുരൂഹതകൾ, ഒരുപാട് കാര്യങ്ങളിലേക്ക് പോലീസ് കടന്നന്വേഷിച്ച് കൃത്യമായിട്ട് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. കാരണം ഈ കുട്ടിയുടെ അച്ഛനെന്ന് പറയുന്ന ആളും അല്ലെങ്കിൽ അമ്മയും തമ്മിൽ അത്ര നല്ലൊരു ബന്ധമല്ല എന്നും അച്ഛൻ വല്ലപ്പോഴുമേ വീട്ടിൽ വരികയുള്ളൂ എന്നും ഈ അച്ഛൻ്റെ സഹോദരനായിട്ടുള്ള ആൾ ഈ കുട്ടിയെ താലോലിക്കുകയും അതുപോലെ തന്നെ വാത്സല്യത്തോടെ പുറമേ കാണിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുകയും കൂടെ കിടത്തുകയും ചെയ്യുന്നു എന്നുള്ളൊക്കെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇത് സ്വാഭാവികമല്ലാത്ത നിലയിലാണ് എന്നുള്ളത് ഈ പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമാണ് നമ്മൾ പുറത്തറിയുന്നത്. അതല്ലാതെ ഇത് അറിഞ്ഞിട്ടുള്ള വ്യക്തികളെല്ലാം തന്നെ പോക്സോ ആക്ട് പ്രകാരം കുറ്റക്കാരാണ്. ആ വിവരങ്ങൾ അറിഞ്ഞിട്ട് ഇപ്പോൾ അമ്മയാണ് ഇത് അറിഞ്ഞെങ്കിൽ പോലും അമ്മ അത് പുറത്തു പറയുകയോ പോലീസിൽ അറിയിക്കുകയോ ചെയ്യേണ്ടതാണ്.
അല്ലെങ്കിൽ അവരും അല്ല ആന്റണി സാർ, ഇപ്പോ അമ്മയ്ക്ക് അമ്മ അറിയുന്നു ഈ കുഞ്ഞ് ഇങ്ങനെ അച്ഛന്റെ സഹോദരൻ ഈ കുട്ടിയെ പീഡിപ്പിക്കുന്നുണ്ട് എന്ന് അമ്മ അറിയുന്നു. അങ്ങനെ അറിഞ്ഞാൽ പോലും അമ്മയ്ക്ക് പുറത്തു പറയാൻ പറ്റാത്ത മറ്റെന്തെങ്കിലും ഒരു കാര്യം ഈ സംഭവത്തിൽ അമ്മയ്ക്ക് മറച്ചു വെക്കാനുണ്ടെങ്കിലോ? അങ്ങനെ ഒരു സാധ്യതയുണ്ടല്ലോ. ഉണ്ട്. ഞാൻ അതിനെപ്പറ്റി വ്യക്തമായി പറയാതിരുന്നതാണ്. കാരണം അത് നമ്മൾ പറയുന്നത്, ഞാൻ പറയുന്നത് അത് എനിക്കൊരു അത്രയ്ക്ക് പറയാനുള്ള അത്രയ്ക്കൊരു മനസ്സ് വരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആവാതിരിക്കട്ടെ എന്നുള്ളതാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവമാണ് എങ്കിൽ ഈ കുട്ടിയെ ഏതെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും തടസ്സമായി നിൽക്കുന്ന കുട്ടിയായിട്ടോ അതല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും സൗകര്യങ്ങൾ കിട്ടുന്ന രീതിയിലേക്ക് ഈ കുട്ടിയുടെ മരണം ആവശ്യമായി വരികയോ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അല്ല ആന്റണി സാർ, ഒരുപക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ തുറന്ന് ചർച്ച ചെയ്യുമ്പോൾ വിമർശിക്കപ്പെട്ടേക്കാം. ചില കാര്യങ്ങൾ നമ്മൾ തുറന്ന് ഇതൊരു ചർച്ചയ്ക്ക് വിധേയമാക്കുമ്പോൾ ആളുകൾ എന്തിനാണ് നിങ്ങൾ ആ നിലയ്ക്ക് ചിന്തിക്കുന്നത്, അങ്ങനെ എന്തിനാണ് ചർച്ച കൊണ്ടുപോകുന്നത് എന്ന് ഒരുപക്ഷെ അവർ കരുതുന്നുണ്ടാകാം. പക്ഷെ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഒരിക്കലും ഉണ്ടാകുമെന്ന് നമ്മൾ കരുതാത്ത തരത്തിലുള്ള സംഭവങ്ങളാണല്ലോ ഈ അടുത്ത് കുറേ കാലമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ കൊലപാതകം എടുത്തു നോക്കിയാലും അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണോ, ഇത് നമ്മുടെ വീടുകളിൽ നടക്കുന്നതാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന, നമുക്ക് തെറ്റുപറ്റിപ്പോയോ എന്ന് നമ്മൾ കരുതിപ്പോകുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ചെറിയ കുട്ടികൾ അവർ ഈ പിന്നെ ഗർഭിണികളാവുകയും അങ്ങനെ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് നിയമപരിരക്ഷ തേടുകയും ഒക്കെ ചെയ്യുന്ന കേസുകൾ കോടതിയിൽ വരെ എത്തുന്ന ഒരു കാലത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആന്റണി സാർ, ഈ അമ്മയ്ക്ക് ഒന്നും മറച്ചു വെക്കാൻ ഇല്ലായിരുന്നുവെങ്കിൽ, ഇപ്പോൾ മാനസിക നില തെറ്റിയിരിക്കുന്നു എന്ന ആ വാദം അവിടെ നിൽക്കട്ടെ, ഈ അമ്മയ്ക്ക് ഒന്നും മറച്ചു വെക്കാൻ ഇല്ലായിരുന്നു എന്ന് കരുതുക. സ്വാഭാവികമായും സ്വന്തം മകൾ അത് ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാഗത്തു നിന്ന് പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്നൊരു വിവരം ഒരമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും, ഒന്ന് അറിയിക്കേണ്ടവരെ അറിയിക്കും, ഏറ്റവും ചുരുങ്ങിയത് സ്വന്തം വീട്ടിലെങ്കിലും അറിയിക്കും, പിന്നെ പോലീസ് നിയമവഴികൾ അല്ലെങ്കിൽ ഭർത്താവിനോട് പറയും. ഇങ്ങനെ പല വഴികളുണ്ടല്ലോ. ഇതൊന്നും ഒരു അമ്മയെന്ന നിലയിൽ ആ സ്ത്രീ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് എന്തോ മറക്കാനുണ്ടായിരുന്നു എന്ന് സാമാന്യമായി നമ്മൾ കരുതില്ലേ ആന്റണി സാർ? ഗോപികൃഷ്ണൻ, അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കാരണം അവരിങ്ങനെ ഒരു വിവരത്തെപ്പറ്റി, ഇങ്ങനൊരു സംഭവമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചനയോ ലഭിക്കുന്ന ഘട്ടത്തിൽ അവരങ്ങനെ അവരുടെ വീട്ടിലേക്ക് ഈ 4 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് അവരുടെ അമ്മയും അവരുടേതായ ഒരു കുടുംബ പശ്ചാത്തലമുണ്ട്. അവിടെ ആ കുട്ടിയെ താമസിപ്പിക്കുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല. ഭർത്താവിൻ്റെ വീട്ടുമാരുമായിട്ട് അലോഹ്യമുണ്ട് എങ്കിൽ അത് ഇതിനകത്തൊരു കാരണമല്ല. അതാണ് ഞാൻ ആദ്യം മുതലേ പറഞ്ഞത്. സമൂഹം നമ്മൾ കേൾക്കാൻ പാടില്ലാത്തതോ കേൾക്കാൻ ആഗ്രഹിക്കാത്തതോ ഒരിക്കലും ചിന്തിക്കാത്തതോ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വാളയാറ്, വണ്ടിപ്പെരിയാറ്, അതുപോലെ തന്നെ നമ്മുടെ ആലുവയിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോയി ആ രീതിയിൽ ഉപദ്രവിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സമൂഹം എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ ഒന്നിനെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. എന്തും എപ്പോഴും എവിടെയും സംഭവിക്കാം. ഇതും ഈ കൊലപാതകം നടന്നതുകൊണ്ടാണ് ഈ പീഡനം അറിഞ്ഞത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അതിപ്പം കൃത്യമായ നിലയിൽ അവർ വളരെ പ്ലാൻ ചെയ്തുള്ള ഒരു കൊലപാതകമാണെങ്കിൽ ഇതിലേക്ക് ആ ഒരു ദിശ വരികില്ല എന്നുള്ളതും ഇതിനകത്തൊരു സത്യമാണ്. അപ്പം ഇതിൽ എന്തൊക്കെയോ കൂടുതൽ ദുരൂഹതകളുണ്ട്. ഒരു ആൺകുട്ടിയുണ്ട്, ഈ പെൺകുട്ടിയുടെ മൂത്ത ഒരു ആൺകുട്ടിയുണ്ട്. ആ കുട്ടിയെ വിശദമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ആ വീടിൻ്റെ പരിസരത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. പിന്നെ ഈ പിടിക്കപ്പെട്ടിരിക്കുന്ന ഈ അച്ഛൻ്റെ അനിയനുണ്ടല്ലോ, അയാളുടെ നീക്കങ്ങളെ സംബന്ധിച്ച് വിശദമായിട്ട് മൊബൈലും മറ്റുള്ള അയാളുടെ ട്രാൻസാക്ഷൻസ് പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായ വിവരങ്ങളിലേക്ക് വരാം. പോലീസിന് തെളിവുകൾ വരും. ഒന്നുകിൽ ഈ അമ്മ ഈ കേസിൽ, പോക്സോ കേസിൽ കൂട്ടുപ്രതിയാവുകയോ അല്ലെങ്കിൽ അതിലേക്കാണ് അതാണ്. അതായത് അമ്മ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ആന്റണി സാർ പറഞ്ഞതുപോലെ തന്നെ പോക്സോ കേസിൽ കൂട്ടുപ്രതിയാകേണ്ടതാണ്.